ചൈനയ്ക്കെതിരെ വീണ്ടും വ്യാപാര നടപടി കടുപ്പിച്ച അമേരിക്ക. ചൈനയ്ക്ക് മേൽ ചുമത്തിയ അധിക താരിഫ് 125% ഉയർത്തി. ഇന്നലെ പ്രഖ്യാപിച്ച 104% നിന്ന് 21% വർധന. അതേസമയം മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ അധിക താരിഫ് നടപ്പാക്കുന്നത് 90 ദിവസത്തേക്ക് നിർത്തിവെച്ചതായി ട്രംപ് അറിയിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തുന്ന കാര്യവും പരിഗണിക്കുമെന്നും ട്രംപ് പറഞ്ഞു. Oh, sure. He's a friend of mine. I like him. President Xi, I like him. I respect him. But they haven't treated our country right. Sure, I'd meet with him. On the other countries, we have Japan is here, and South Korea is here, and others are here, and we're trying to see him. It's from what I hear, it's much more than 75. I said 75 plus. So many. It's everybody wants to make a deal, actually, and. You know, we want to do what's right for our country. We also want to do what's right for the world. The world is important. I mean, it's the world, right? And I think we're going to make a lot of people very happy. And I think investing in the United States of America will be the greatest investment that anybody's ever made. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ചൈനയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ അധിക താരിഫ് നടപ്പാക്കുന്നത് താൽക്കാലികമായി മരവിപ്പിച്ച സ്ഥാനത്താണ് ചൈനയ്ക്ക് മേൽ അധിക താരിഫായി 125% ഉയർത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ചില കടുത്ത നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് തൊട്ടു മുമ്പ്, അതായത് ഇന്നലെ രാത്രിയോടെ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് ചൈന തിരിച്ചും 84% ചൈന തിരിച്ച് റെസിപ്രോക്കൽ നികുതി ചുമത്തിയത്, അല്ലെങ്കിൽ പകരം ചുമത്തിയത്. ഈ 84%. നേരത്തെ ഉണ്ടായിരുന്ന 34%-ൽ നിന്നും 50% ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു നീക്കം ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ രാത്രിയോടെ ഉണ്ടാവുകയും ഉടനടി കടുത്ത നടപടികളിലേക്ക് അമേരിക്ക നീങ്ങുകയുമായിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതായിരുന്നു, 2 ദിവസം മുമ്പ്, അതല്ലെങ്കിൽ ഏപ്രിൽ 8-ാം തീയതി വളരെ കൃത്യമായി അമേരിക്ക പ്രഖ്യാപിച്ചത് 104% വരെയുള്ള നികുതിയായിരുന്നു. അതായത് 104% വരെ ഇമ്പോർട്ട് ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുക എന്നൊരു നീക്കമായിരുന്നു നേരത്തെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്നാൽ ഈ 104 എന്നുള്ളത് ഒറ്റയടിക്ക് ഇന്നലെ രാത്രി ഈ 84% നികുതി അധിക താരിഫ് ചൈന ചുമത്തിയതോടെ അമേരിക്ക 21% കൂടി തങ്ങളുടെ ആ നികുതി നിരക്കിൽ വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ 125% വർധന ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 125% എന്ന് പറയുന്നത് ചൈനയുടെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുകളിലാണ് എന്നതാണ് അതീവ ഗൗരവമായ ഒരു വിഷയം. അത് വലിയ ബാധ്യതയും വലിയൊരു തിരിച്ചടിയും ചൈനയ്ക്ക് ഉണ്ടാക്കുമെന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കടുത്ത നടപടികളിലേക്ക് ട്രംപ് നീങ്ങുകയും ചെയ്തു എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്കറിയാവുന്നതാണ്, മറ്റു പല പരിഷ്കരണങ്ങളും അദ്ദേഹം ഈ നികുതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടത്തിയിരുന്നു. 90 ദിവസത്തേക്ക്, നേരത്തെ നമുക്കറിയാവുന്നതായിരുന്നു, ഏതാണ്ട് 100ഓളം രാജ്യങ്ങൾക്ക് 10% നികുതി, എല്ലാ രാജ്യങ്ങൾക്കും 10% നികുതി ചുമത്തുന്ന ഒരു നീക്കമുണ്ടായിരുന്നു. അത്തരത്തിൽ 10% ചുമത്തിയ അധിക താരിഫ്, 10% മുതൽ 25% വരെ ചുമത്തിയ അധിക താരിഫ് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇന്നലെ തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എങ്കിലും ചൈനയെ അക്കാര്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ചൈനയ്ക്ക് ആ നികുതി ചുമത്തിയ താരിഫ് അതുപോലെ തന്നെ നിലനിർത്തുകയും ചെയ്തു. കടുത്ത ഒരു വ്യാപാര യുദ്ധം ചൈനയുമായി തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ വ്യാപാര തർക്കം നിലനിൽക്കുന്ന, അതായത് ഒരു 100 ലക്ഷം കോടി രൂപയുടെ, അതായത് ലക്ഷം കോടി ഡോളറിന്റെ വ്യാപാര നഷ്ടം ഇരു രാജ്യങ്ങൾക്കിടയിലുണ്ട്. അതായത് ചൈനയും അമേരിക്കയുമായുള്ള വാണിജ്യ ബന്ധത്തിൽ ലക്ഷം കോടി രൂപയുടെ ഡെഫിസിറ്റ് ഉണ്ട് എന്ന് വളരെ കൃത്യമായി ട്രംപ് പറഞ്ഞിരുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാകാതെ, അതായത് ഇമ്പോർട്ടും എക്സ്പോർട്ടും കൃത്യമായ ഒരു സർപ്ലസിലേക്ക്, ഒരു നോമിനൽ സർപ്ലസിലേക്ക് കൊണ്ടുവരാതെ വലിയ മാറ്റത്തിലേക്ക് നിലനിർത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് നേരത്തെ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഉൾപ്പെടെ പരാതി നൽകി ചൈന നിയമപരമായി നീങ്ങുകയും ഒപ്പം തന്നെ ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 84% അധിക താരിഫ് ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു നീക്കങ്ങളും ഉണ്ടായി. നിലവിലെ സാഹചര്യത്തിൽ ചൈനയുമായി കടുത്ത വാണിജ്യ തർക്കത്തിന് ഒരുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ വാണിജ്യ യുദ്ധത്തിന് അമേരിക്ക ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ട്രംപിന്റെ നീക്കത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 125% ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന നികുതി.